സ്ലീബ പെരുന്നാളിന് ശേഷം ഉള്ള ഒന്നാം ഞായറാഴ്ച മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 28 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ വചനം ശ്രവിക്കാം. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ, അതിന്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചുകൊള്ളുക. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ, സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ല. വീട് വിട്ട് ദൂരത്ത് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കുവാനുള്ള കൽപ്പനയും നൽകുന്നത് പോലെയാണ് ഇത്. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ, എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂമ്പുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്, ജാഗരൂകരായിരിക്കുവിൻ. വിശുദ്ധിയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നാം സ്ലീബ കാലത്താണ് ജീവിക്കുന്നത്. സഭാവത്സരത്തിന്റെ ഏറ്റവും അവസാനത്തെ കാലമാണ്. അതിന് ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം വന്നിരിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്ക് സഭ നൽകിയിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 28 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ ഈ സുവിശേഷ ഭാഗം നമ്മളെ 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കണം. ഈ ഭൂമുഖത്ത് എന്തൊക്കെ നടക്കുന്നുവോ അത് കണ്ട് മനസ്സിലാക്കി അതിന്റെ അർത്ഥം ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ, അതിന്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തു വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങള്, അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന സംഭവങ്ങള്, ഭൂമിയിലുണ്ടാകുന്ന മറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് ഒരടയാളമാണ്. തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം എടുത്ത് വായിച്ചാൽ, ലൂക്കോസിന്റെ 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്കുകളിൽ നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും: ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. ഏതാനും ഗലീലിയക്കാരെ പീലാത്തോസ് കൊന്നു. ഉടനെ യേശുദമ്പുരാൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരേക്കാളും കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. വീണ്ടും ചോദിക്കുകയാണ്, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെ നശിക്കും. അപ്പോൾ ഗലീലിയക്കാരായ ഏതാനും പേരെ പീലാത്തോസ് കൊന്നു. നിങ്ങളും പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, അനുദപിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു പുതിയ തുടക്കം കുറിക്കുന്നത് നിങ്ങൾക്ക് ഇത് തന്നെ സംഭവിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും, അഥവാ സിലോഹയിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേർ അന്ന് ജെറൂസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ നശിക്കും. നമുക്കറിയാം, ഭൂമിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഉരുൾപൊട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വ്യാധികൾ ഉണ്ടാകുന്നുണ്ട്, മാരക രോഗങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് നമ്മളെയൊന്നും ബാധിക്കത്തില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. പടിവാതുക്കൽ നമ്മെ കാത്ത് നിൽക്കുന്നു. ഇന്ന് ഇതിവിടെ സംഭവിച്ചെങ്കിൽ നാളെ ഇത് നമുക്ക് സംഭവിക്കാം. അതുകൊണ്ട് കാലത്തിലുണ്ടാകുന്ന, കാലാവസ്ഥയിലുണ്ടാകുന്ന, നാട്ടിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കണ്ണു തുറപ്പൻ സംഭവങ്ങളാകണം. അതൊക്കെ കാണാനും ഗ്രഹിക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. അതാണ് കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. നാം മന്ദബുദ്ധികളായിട്ട് ജീവിക്കാൻ പാടില്ല. കാരണം ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു സംഭവം നടന്നാൽ അത് ഭൂമിയുടെ വേറെ ഏതൊരു സ്ഥലത്തും നടക്കാം എന്നുള്ളത് വിചാരിക്കുന്ന സാധനം. നമുക്കറിയാം, ഇന്ന് നോർത്ത് ഇന്ത്യയിൽ മതപീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കുന്നുണ്ട്, ഇറാനിൽ പീഡിപ്പിക്കുന്നുണ്ട്, ഇറാഖിൽ പീഡിപ്പിക്കുന്നുണ്ട്, ചെക്കോസ്ലോവേക്കിയയിൽ പീഡിപ്പിക്കുന്നുണ്ട്, യുഗോസ്ലോവേക്കിയയിൽ പീഡിപ്പിക്കുന്നുണ്ട്, ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും പീഡിപ്പിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഓർത്തോണം, ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇത് നാളെ എനിക്കും സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഒരുക്കത്തോടെ ഇരിക്കുവാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്.
കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കണം. അതിനുശേഷം പറഞ്ഞിരിക്കുകയാണ്, അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കണം. ഏത് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ? പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങൾ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് പതിക്കും, ആകാശങ്ങൾ ഇളകുകയും ചെയ്യും, മനുഷ്യപുത്രന് വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടി മേഘങ്ങളിൽ വരുന്നത് നിങ്ങൾ കാണും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കാണുമ്പോൾ സമീപത്തെ വാതുക്കലെത്തിയിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു കൊള്ളണം. ഇത് കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ഒന്നാമത്തെ ചിന്ത. നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് നമ്മുടെ അന്ത്യത്തെക്കുറിച്ച്, നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. രണ്ട്, യുഗാന്ത്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം, ലോകാവസാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അന്ത്യം വരെ സംഭവിക്കാം. ഇപ്പോൾ നമ്മുടെ അന്ത്യമാണെങ്കിൽ പോലും നമുക്ക് ലോകത്തിന്റെ അവസാനത്തിന് തുല്യമാണ്. ലോകം അവസാനിച്ചാലും നമുക്ക് നമ്മുടെ അവസാനത്തിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കുവാനൊരു ബാധ്യത നമുക്കുണ്ട് എന്ന് പഠിപ്പിച്ചു തരികയാണ്. പ്രിയ, മരണം പോലെ യാഥാർത്ഥ്യമായി എന്തുണ്ട് ഈ ലോകത്തിൽ? പക്ഷെ മരണം വരുമ്പോൾ നമ്മളെല്ലാം പതറിപ്പോകും, ഭയപ്പെട്ടു പോകും. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ചിടത്തോളം മരണത്തെ അവൻ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടവനാ. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം മരണം സ്വർഗ കവാടത്തിലേക്കുള്ള പ്രവേശനമാണ്. മരണത്തിലൂടെ നിത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ അവൻ ഒരുക്കത്തോടെ ജീവിച്ചാൽ, ഇവിടെ അവൻ വിശുദ്ധിയോടെ ജീവിച്ചാൽ, ഇവിടെ ദൈവത്തിന്റെ സ്നേഹത്തിൽ ജീവിച്ചാൽ അവന് മരണം ഒരു ആസ്വാദ്യകരമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മരണമേ നിന്റെ മുള്ളെവിടെ? അതെല്ലാം തകർത്തു യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഉയർപ്പിലൂടി. അതെല്ലാം യേശു തകർത്തു. അപ്പൊ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മരണത്തെ സഹോദരി എന്ന് വിളിച്ച് സ്വീകരിച്ച അസിസി പുണ്യാവനെ പോലെ നമുക്കും മരണത്തിന് വേണ്ടി ഒരുങ്ങുവാനും മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും മരണത്തിന്റെ മടിത്തട്ടിലേക്ക് നമ്മൾ എറിഞ്ഞു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് സുവിശേഷം പറയുന്നത്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. നമ്മോർക്കണം, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ മോശ മുതൽ എല്ലാ പ്രവാചകന്മാരെയും കർത്താവ് എമാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാണാൻ സാധിക്കും, വിവരിച്ചു കൊടുക്കുന്ന കാണാൻ സാധിക്കും. അവിടെ ഹൃദയങ്ങൾ അന്നേരം ജ്വലിച്ചു. അതെ, അത് ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും, അബ്രഹാമിനെ കുറിച്ചും, ഇസഹാക്കിനെ കുറിച്ചും, യാക്കോബിനെ കുറിച്ചും, ദാവീദിനെ കുറിച്ചും, പ്രവാചകന്മാരായ എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും എന്താണ് മിശിഹായെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ആകാശവും ഭൂമിയും കടന്നു പോകും, ദൈവത്തിന്റെ വചനത്തിൽ ഒരു വര പോലും മാറിപ്പോകത്തില്ല. അനന്തമായി നിൽക്കുന്ന ഒന്ന് ദൈവത്തിന്റെ വചനം മാത്രമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആ വചനത്തിന് ഒരിക്കലും അഴിവ് സംഭവിക്കുന്നില്ല. ഈ വചനത്തോട് നമുക്ക് വലിയൊരു ആഭിമുഖ്യം വേണം. യേശുക്രിസ്തുവിനോട് നമുക്ക് വലിയൊരു ആഭിമുഖ്യം ഉണ്ടാകണം, വലിയൊരു സ്നേഹം ഉണ്ടാകണം. അതേ യേശുക്രിസ്തുവിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അനുദിന വചന വായനയിലൂടെ, വചന പഠനത്തിലൂടെ, വചന ജീവിതത്തിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടി അതെല്ലാം നശിച്ചു പോകുന്ന നശ്വരങ്ങളാണ്. അനശ്വരമായിട്ടുള്ളത് ദൈവം മാത്രമാണ്, ദൈവത്തിന്റെ വചനം മാത്രമാണ്. അപ്പൊ ആ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മൂന്നാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കണം. ഒരു യജമാനൻ ദൂരദേശത്തേക്ക് പോകുമ്പോഴേ ഓരോരുത്തർക്കും ജോലി കൊടുത്തേച്ചു പോകും. പ്രത്യേകിച്ചും കാവൽക്കാരന് ഉണർന്നിരിക്കുവാനുള്ള, ജാഗ്രത കാണിക്കുവാനുള്ള അവകാശം പറഞ്ഞിരിക്കും, ഉത്തരവാദിത്വം പറഞ്ഞേച്ചു പോകും. ഗൃഹനാഥൻ എപ്പോൾ വരും അറിയില്ല. ചിലപ്പോൾ സന്ധ്യയ്ക്ക് വരാം, ചിലപ്പോൾ അർദ്ധരാത്രി വരാം, ചിലപ്പോൾ വെളുപ്പാങ്കാലത്ത് വരാം, അല്ലെങ്കിൽ അത് രാവിലെ വരാം. ഏത് സമയത്ത് വേണമെങ്കിലും യജമാനന് വരാം. അത് അവന്റെ ഇഷ്ടമാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാൻ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് നിമിഷത്തിലും കടന്നു വരാം. പക്ഷെ നമ്മ എത്രമാത്രം ഒരുക്കമുള്ളവരാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജാഗരൂകരായിരിക്കുവീൻ, ഉണർന്നിരിക്കുവീൻ, കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുവീൻ. പ്രിയ സഹോദരങ്ങളെ, മരണത്തെ പോലെ സത്യമുള്ളത് ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഓർത്തു നോക്കുകയും, ഈ മരണത്തിന്റെ പ്രത്യേകത അതിന് എപ്പോ വേണേലും വരാം, എവിടെ വെച്ചുകൊണ്ടേലും വരാം, ഏത് രീതിയിലും വരാം. മരണത്തിന് ഒരു പ്രത്യേകതയൊന്നുമില്ല. ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് ഏത് പ്രായത്തിലും വരാം. അതിന് ജാതി മത ഭേദ വ്യത്യാസം ഒന്നുമില്ല. ആരുടെ അടുക്കിലേക്കും മരണം വരണം. ഇതാണ് പ്രത്യേകത. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് മരണം വരുമ്പോൾ ഭയന്നു നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നാം ഒരുക്കത്തോടെ കാത്തിരിക്കുകയാണെങ്കിൽ യജമാനൻ വരുമ്പോൾ അവൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് ജാഗ്രതയോടെ ഇരിക്കുകയാണെങ്കിൽ
നമുക്ക് അവൾ ശ്രദ്ധാപൂർവം അവനെ സ്വീകരിക്കുവാനും അവനോടൊത്ത് നിത്യത്തിലേക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. അതെ, ഈ ഒന്നാമത്തെ ഞായറാഴ്ച സഭ നമ്മെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കണം. ഈ കാലങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് നമ്മെ തന്നെ ഇടണം. ഇതിലെല്ലാം പ്രാധാന്യം നമ്മൾ ദൈവവചനത്തിന് അധിഷ്ഠിതമായിട്ട് ജീവിക്കണം. അഴിയാത്ത ഒന്ന് മാത്രമേ ഈ ലോകത്തിലുള്ളൂ, ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവീൻ, കരുതിയിരിക്കുവീൻ, ഒരുങ്ങിയിരിക്കുവീൻ, കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുവീൻ. എപ്പോ വേണമെങ്കിലും ദൈവത്തിന്റെ നാഥൻ വരുമ്പോൾ നിന്റെ നാഥന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം നിന്നെ തന്നെ സമർപ്പിക്കുവാൻ നിനക്ക് സാധിക്കണം. പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴും പറയാൻ സാധിക്കണം, ഞാൻ നല്ല ഓട്ടം ഓടി, നല്ല പോർ പൊരുതി, നല്ല വിശ്വാസം കാത്തു. അത് ഏത് സമയത്തും എന്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ വെച്ചു കൊടുക്കുവാനും നീതിയുടെ കിരീടം പ്രാപിക്കുവാനായിട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുക്കത്തോടെ ജീവിക്കുവാൻ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മുടെ കൊച്ചു ജീവിതം, ക്രിസ്തീയ ജീവിതം ഒരു സൗഭാഗ്യ ജീവിതമാക്കുന്നത് ഒന്നാമതായി നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ്. യാമ പ്രാർത്ഥനകളുണ്ട്. നമുക്ക് ഭവനങ്ങളിൽ എല്ലാ ദിവസവും 7 നേരവും പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ലെങ്കിലും രാവിലെയും വൈകിട്ടെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഉണരുവാനും ആ ബന്ധത്തിൽ ജീവിതം തുടരുവാനും, സന്ധ്യയാകുമ്പോൾ ആ ജീവിതം അവസാനിപ്പിക്കുന്നത് ദൈവത്തോടുകൂടി ആയിരിക്കുവാനും, വചനം വായിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകളാണ്. കൽപ്പനകൾ അഭംഗരം കാത്തു സൂക്ഷിക്കുവാൻ ഒരു യജ്ഞം, ഒരു ശ്രദ്ധ നമ്മളെല്ലാവർക്കും ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളെ കൽപ്പനകൾ പഠിപ്പിക്കുവാനും കൽപ്പനകൾ പഠിക്കുവാനും ഉള്ള ഉത്തരവാദിത്വം നമ്മളെ അവരെ ഏൽപ്പിച്ചു കൊടുക്കണം. അനുദിനം ദേവാലയത്തിൽ പോകുവാനും യോഗ്യതയോടെ വിശുദ്ധ കുമ്പസാരം, നല്ല കുമ്പസാരം നടത്തുവാനും. നമ്മളൊക്കെ ദിവസത്തിൽ 1-2 പ്രാവശ്യം കുളിക്കുന്നവരാണ്. അതുപോലെ നമ്മുടെ ആത്മാവിനെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയുള്ളവരാക്കുവാൻ, ഹൃദയത്തിന്റെ ശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. യോഗ്യതയോടെ യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കണം. ഇങ്ങനെയാണ് ജാഗരൂകരായിരിക്കേണ്ടത്, ഒരുക്കത്തോടെ ഇരിക്കേണ്ടത്. അങ്ങനെയാണ് കൽപ്പനകൾ പാലിച്ചുകൊണ്ട് വചനത്തിൽ അധിഷ്ഠിതമായി കുദാശകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കാം. കിട്ടുന്ന ഒരവസരങ്ങൾ പോലും നഷ്ടപ്പെടുത്തി കളയാതെ പ്രാർത്ഥനാ അന്തരീക്ഷങ്ങളില് കർത്താവിന്റെ സന്നിധാനത്തില്, വിശുദ്ധ കുർബാനയുടെ സന്നിധാനത്തില് കിട്ടുന്ന സമയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആരാധനയിലും പ്രാർത്ഥനയിലും ജീവിക്കുവാനുള്ള എല്ലാ കൃപയാനുഗ്രഹവും നമുക്ക് നൽകട്ടെ. കർത്താവ് എപ്പോൾ വന്നാലും യോഗ്യതയോടെ അവനെ സ്വീകരിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.